കായംകുളത്ത് വാഹനാപകടത്തിൽപ്പെട്ട യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ ഇടപെട്ട് DGP. ആലപ്പുഴ SP-യോട് സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചു. വിവരങ്ങളുമായി ഈ വാർത്ത ബ്രേക്ക് ചെയ്ത K. അരുൺകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, 4-ാം തീയതി FIR ഇട്ടു, 12-ാം തീയതി ആയിട്ടും മെഡിക്കൽ പരിശോധനയോ അറസ്റ്റോ 164 രഹസ്യമൊഴിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രാഥമികമായി ഇതിലൊരു വീഴ്ച നമുക്ക് വ്യക്തം. നമസ്കാരം, ശ്രീബ്ലോവാണ്. കേരളത്തിലെ പ്രമുഖമായ എല്ലാ മീഡിയയിലും അല്ലെങ്കിൽ എല്ലാ ചാനലുകളിലും ഈ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വാർത്തയിലും ഇവന്റെ പേരില്ല, അല്ലെങ്കിൽ ഇവന്റെ നാളില്ല, ഒന്നുമില്ല. കാരണം എന്താണ്? ഇവനെ സംരക്ഷിക്കാൻ പാർട്ടികളുണ്ട്, അല്ലെങ്കിൽ ഇവനൊരു സംഘടനയുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല ഇവന്റെ പേരും നാളും പറയാൻ. അവൻ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റാണ്, അതായത് കായംകുളം യൂണിറ്റ് പ്രസിഡന്റാണ് ഈ തെമ്മാടി. ഇവന്റെ പേരാണ് സിനിൽ സവാദ്. അതുകൊണ്ട് മാത്രമാണ് ഇവന്റെ പേരുകൾ വരാഞ്ഞതും അല്ലെങ്കിൽ ഇതൊരു വലിയ ചർച്ചയാവാഞ്ഞതും. ആ പെൺകുട്ടിയെ, അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയെ പൊക്കിയെടുക്കുക എന്നുള്ള രീതി, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം കാണിക്കുക എന്നുള്ള രീതി ഈ തെമ്മാടി ആ പെൺകുട്ടിയുടെ അടിവസ്ത്രത്തിനകത്തൂടെ കൈയിട്ട് തെമ്മാടിത്തരം കാണിച്ച ലൈംഗിക അതിക്രമം തന്നെയാണ് ഈ നാറി കാണിച്ചത്, ഈ ചെറ്റ എന്ന് തന്നെ പറയണം. ഇവൻ ഇത്രയ്ക്ക് കഴപ്പെടുത്ത് മുട്ടി നിൽക്കുക എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്റെ അമ്മയോ പെങ്ങളോ ഒന്നും ഇല്ലേ എന്ന് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത് കിടക്കുന്ന ഏതെങ്കിലും ഓമയ്ക്കകത്തെങ്കിലും പോയി ഊട്ടിയിട്ട് നിന്റെ കഴപ്പ് തീർക്കണം. ഇങ്ങനെയുള്ള തെമ്മാടികളെ ഇവരെയൊക്കെ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തി തരണം. ഇവരെ പോലുള്ള തെമ്മാടികൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം തന്നെയാണ് ഇതിനെല്ലാം പ്രശ്നം, അല്ലെങ്കിൽ ഇവന്റെയൊക്കെ സംഘടന തന്നെയാണ് ഇതിലെല്ലാം കാരണം. ഇതുപോലുള്ള സംഘടനകളും രാഷ്ട്രീയം ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള തെമ്മാടികൾ ഓരോ ദിവസം ഓരോന്നോരോന്ന് കാണിക്കുന്നത്. ഈ തെമ്മാടിത്തരം കാണിച്ചു വെച്ചിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയേക്കുന്ന 25 ലക്ഷം രൂപ ഒത്തീർപ്പിന് വേണ്ടി ഇതുപോലുള്ള ചെറ്റകളെ സമൂഹത്തിന് മുന്നിൽ ഒഴിവാക്കി തരണം. ഇവൻ കായംകുളം സ്വദേശി തന്നെയാണ്. ഇവന്റെ അഡ്രസ്സ് പോലും ഒരു പത്രത്തിൽ പോലും കിടപ്പില്ല. ഞാൻ പല പേപ്പറിൽ ഞാൻ നോക്കി, ഒരു അഡ്രസ്സും എങ്ങും കാണുന്നില്ല. ആക്സിഡന്റ് പറ്റി ചാവാൻ കിടക്കുന്ന ഒരു പെൺകുട്ടിയോടാണ് ഇവൻ ഈ തെമ്മാടിത്തരം കാണിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മുറിവും വേദനയും എടുത്ത് തലയ്ക്ക് പരിക്ക് ഏറ്റ് കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്താണ് അവന്റെ കാമം തീർക്കുന്നത്. ഇവന്റെയൊക്കെ വീട്ടിലിരിക്കുന്ന അമ്മയും പെങ്ങളെയും വലിച്ചിറക്കിയിട്ട് ഇവനൊക്കെ ചെയ്തുകൂടെ? ഇത്രയും കാമവെറിയാതുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ വീട്ടിലുണ്ടല്ലോ സ്ത്രീകൾ ഇത്രയൊക്കെ മുട്ടി നിൽക്കും. അവൻ മദ്യവെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ അമ്മയും പെങ്ങളും നിനക്കൊക്കെ തിരിച്ചറിയാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയുള്ളൂ മറ്റുള്ള സ്ത്രീകളും തെമ്മാടികൾ. ഇവനൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. നമുക്ക് ഈ ഭരണമാണ് നമ്മുടെ ഈ പ്രശ്നം മൊത്തം. 10 വർഷം ഭരിച്ചിട്ടുണ്ടെങ്കിൽ അവനൊക്കെ അഹങ്കാരം തന്നെയാണ്. ഈ അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നാട്ടിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളും. 5 വർഷം കൂടുമ്പം എല്ലാ രാഷ്ട്രീയം മാറിക്കൊണ്ടാണ്. 10 വർഷം ഒരുമിച്ച് ഭരിച്ച് 5 വർഷം കൂടെ കിട്ടി 15 വർഷം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർക്കറിയാം ഞങ്ങൾ തീരുമാനിക്കുന്നത് മാത്രമേ നമ്മുടെ രാജ്യത്ത് നടക്കത്തുള്ളൂ. ഇതും കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാർക്ക് പോലും നീതി കിട്ടാത്തത്. എന്തിനു പറയുന്നത്? ഒരു പെൺകുട്ടിയെ പച്ചയ്ക്ക് കയറി പിടിച്ചിട്ട് പോലും ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ് വലുത്, അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ തെറ്റുകാർ, അല്ലാതെ വേറെ ആരുമല്ല.